ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂലി കൂട്ടി ചോദിച്ചതോടെ നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ. 1200 രൂപ മുതൽ 1400 രൂപ വരെ വേണമെന്നാണ് തൊഴിലാളികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. 800 രൂപ മുതൽ 900 രൂപ വരെയാണ് കെട്ടിട നിർമ്മാണ മേഖലയിൽ സാധാരണ തൊഴിലാളിക്ക് കൂലിയായി നൽകിയിരുന്നത്. ഇതാണ് ഇപ്പോൾ പകുതിയിലധികം വർധനവ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. 1200 രൂപ മുതൽ 1400 രൂപ വരെ തൊഴിലാളികൾ കൂലി കൂട്ടി ചോദിക്കുന്നുണ്ട്. കെട്ടിടം പണി കരാറെടുത്ത പല ചെറുകിട കരാറുകാർക്കും ഈ കൂലി വർധനവ് താങ്ങാനാകില്ല. തർക്കമുള്ള മറ്റിടങ്ങളിൽ ചർച്ചയിലൂടെ നിശ്ചയിച്ച പരമാവധി കൂലിയുണ്ട്. ആ സമ്പ്രദായം എല്ലായിടത്തും കൊണ്ടുവരണമെന്നാണ് കരാറുകാരുടെ ആവശ്യം. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ച് ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ തന്നെ കരാറുകാർ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. കൽപ്പണിക്കാരന് 1100 രൂപയും ഹെൽപ്പർക്ക് 950 രൂപയുമായി നിശ്ചയിക്കണമെന്നും കൂലി കൂട്ടുന്നത് കരാർ മേഖലയെ ബാധിക്കുമെന്നുമാണ് ബോർഡിലുള്ളത്. കൂലി വർദ്ധിച്ചാൽ കരാറുകാർക്ക് നിരക്കുയർത്തേണ്ടി വരുമെന്നും ബോർഡിലുണ്ട്. ലേബർ ഏജന്റുമാരാണ് ഇതുവരെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്കായി വിവിധയിടങ്ങളിലേക്ക് അയച്ചിരുന്നത്. എന്നാൽ മിക്ക തൊഴിലാളികളും ഇപ്പോൾ ഏജന്റുമാരെ ഒഴിവാക്കി കൂലി സ്വയം നിശ്ചയിച്ചു തുടങ്ങി. ഇതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. കാലവർഷം ശക്തി പ്രാപിക്കും മുമ്പ് തീർക്കേണ്ട കെട്ടിട നിർമ്മാണം, റോഡ് പണി എന്നിവയ്ക്ക് വർദ്ധിച്ച വേതനം നൽകിയാണ് തൊഴിലാളികളെ വിളിക്കുന്നത്. ഇവർക്ക് കൂലി വർദ്ധിപ്പിക്കുമ്പോൾ തദ്ദേശീയ തൊഴിലാളികളും കൂലി കൂട്ടി ചോദിക്കും. ഇനി ഇവരെ ഒഴിവാക്കാമെന്ന് വെച്ചാലും പകരം തദ്ദേശീയ തൊഴിലാളികളെ കിട്ടാനില്ല എന്ന സ്ഥിതിയുമുണ്ട്. സമയത്തിന് ജോലി തീരില്ല എന്ന പ്രതിസന്ധി വേറെയും. ചുരുക്കത്തിൽ കരാറെടുത്ത ഒരു കരാറുകാരന് നഷ്ടമില്ലാതെ പണി പൂർത്തിയാകാനാകാത്ത സ്ഥിതിയാണ്. ഈ ചാനൽ മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.